ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുമേനി ഗാർഗിയോട് പറയും, ഏതോ ദുർനിമിത്തം കൊണ്ടാണ് ആവശ്യമെത്താതെ ഗായത്രിയമ്മയ്ക്ക് മരിക്കേണ്ടി വന്നത്. തലമുറ നിലനിർത്തണം, അതിനുവേണ്ടിയാണ് ഈ പൂജ നടത്തുന്നത്. ഇപ്പോൾ ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് പാർവതിയുണ്ട്. ഗായത്രി അമ്മയെ പോലെ തന്നെ ഉദയനൂരമ്മയുടെ അനുഗ്രഹമുള്ളവളാണ് പാർവതി. അതുകൊണ്ട് ഇന്നത്തെ പൂജ പാർവതിയുടെ കൈകൊണ്ട് നടത്തിയാൽ ഈ വീടിന്റെ നഷ്ടപ്പെട്ട ഐശ്വര്യം 10 മടങ്ങായി തിരിച്ചു കിട്ടും. സന്താന ഭാഗ്യം നൽകി ഇവിടുത്തെ തലമുറ നിലനിൽക്കും. 1,00,000 പേരിൽ 1-2 പേര് മാത്രമേ പാർവതിക്ക് തുല്യം ഈ ഭൂമിയിൽ ഉണ്ടാകൂ. അത്ര ഉത്തമയാണ് പാർവതി. ഇതൊക്കെ പല്ലവി മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല്ലവി മനസ്സിൽ പറയും, എല്ലാവരും രാജകുമാരിയെ പോലെ അവളെ കൊണ്ടു നടക്കുകയാണല്ലോ, എനിക്കൊരു വിലയുമില്ല. എല്ലാവർക്കും പാർവതി പാർവതി, കൊച്ചിന് പേരിടാനും പൂജ നടത്താനും ഒക്കെ അവൾ മതി. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വിറഞ്ഞു കയറുകയാണ്. അങ്ങനെ പിറുവർത്തു നിൽക്കുമ്പോഴാണ് വിപിൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കും, എന്താ പല്ലവി, എന്തു പറ്റി, നീ എന്താ ഈ പിറുവിറുക്കുന്നത്? പല്ലവി പറയും, ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എന്താടോ, താൻ കാര്യം പറ. അപ്പോൾ പല്ലവി പറയും, ഇവിടെയുള്ളവർക്ക് എന്തിനും ഏതിനും പാർവതി മതിയല്ലോ, അവളെ അവർ തലയിലേം താഴ്ത്തും വെക്കാതെയല്ലേ നടക്കുന്നത്. അപ്പോൾ വിപിൻ പറയും, അത് നല്ല കാര്യമല്ലേ, പാർവതി ഈ നാട്ടുകാർ ഗായത്രിയമ്മയ്ക്ക് തുല്യം ബഹുമാനിക്കുന്നതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്, പ്രത്യേകിച്ച് സ്വന്തം അനീതിയായ താൻ. അപ്പോൾ പല്ലവി പറയും, ഓ അഭിമാനം, ഈ പോക്ക് പോയാലേ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു ക്ഷേത്രം പണിത് അതിൽ പാർവതിയെ കയറ്റിയിരുത്തി ആരാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിപിൻ ചോദിക്കും, ഇപ്പം എന്താ പുതിയ വിശേഷം? അപ്പോൾ പല്ലവി പറയും, പൂജ, ഇവിടെ വംശം നിലനിർത്താൻ വേണ്ടി എന്തോ പൂജ നടത്താൻ പോവുകയാണ്. അത് നടത്തുന്നതും പാർവതി തന്നെയാണ്, അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് അവിടെ. അപ്പോൾ വിപിൻ ചോദിക്കും, ആ നേരത്താണോ താൻ ഇവിടെ വന്ന് കൊമ്പ് കോർക്കുന്നത്? താൻ അങ്ങോട്ട് പോടോ, എന്നിട്ട് ആ പൂജയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ പല്ലവി പറയും, ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്? എനിക്ക് ചേച്ചിയുടെ അത്ര ദൈവികതയും പുണ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ വെറും കറിവേപ്പിലല്ലേ, കറിവേപ്പില. പിന്നെ ഞാനെന്തിനാ പൂജയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്, പൂജയിൽ പങ്കെടുക്കുന്നത്? അപ്പോൾ വിപിൻ പറയും, പാർവതിക്ക് ഇവിടെയുള്ളവർ കൊടുക്കുന്നത് ഗായത്രിയമ്മയ്ക്ക് ഇവിടെയുള്ളവർ കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവുമാണ്. നീ എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് വരണം, അവിടെയുള്ളവർ നിന്നെ ഇതുപോലെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. വെറുതെ എല്ലാവരോടും വെറുപ്പ് കാണിക്കാതെ കൂളായി ഹാപ്പിയായി എല്ലാവരോടും ഇടപഴകാൻ ശീലിക്കേ. നീ എന്തിനാണ് പാർവതിയോട് അനിഷ്ടം കാണിക്കുന്നത്? പാർവതി നമ്മുടെ ജീവിതം എന്നും നന്നായി ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളല്ലേ. അപ്പോൾ ആ പാർവതിയെക്കുറിച്ച് നീ ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കാൻ പാടോ? മനസ്സിലെ നെഗറ്റീവൊക്കെ മാറ്റി വെച്ചിട്ട് നീ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിപിൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം വിശാൽ പാർവതിയോട് ചോദിക്കും, പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. സാറ് റെഡിയായോ? ഞാൻ റെഡിയായി. നീ ഈ വേഷം മാറുന്നില്ലേ പാർവതി? അപ്പോൾ പാർവതി പറയും, എനിക്കൊരുങ്ങാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. എന്നിട്ട് പാർവതിയുടെ കയ്യിൽ സാരി കാണുമ്പോൾ വിശാൽ ചോദിക്കും, ഏതാ ഈ സാരി? ഇന്ന് നീ ഈ സാരിയാണ് എടുക്കുന്നത്. അന്ന് ഞാൻ നിനക്ക് സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് തന്ന ഒരു പട്ടുസാരി ഇല്ലേ, ഒരു പച്ച, അത് എടുത്താൽ മതി. അപ്പോൾ പാർവതി പറയും, സാർ എന്നോട് ക്ഷമിക്കണം, ആ സാരി ഞാൻ പല്ലവിക്ക് കൊടുത്തു. ആ സാരി കണ്ടപ്പോൾ അവൾക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം, അത് കിട്ടിയാൽ കൊള്ളാമെന്നൊരു തോന്നൽ. അങ്ങനെ അവൾ ആ ആഗ്രഹം വെച്ച് എന്നോടത് ചോദിച്ചു. സാർ എനിക്ക് സ്പെഷ്യലായി വാങ്ങിത്തന്ന സാരി ആയതുകൊണ്ട് എനിക്കത് അവൾക്ക് കൊടുക്കാൻ വിഷമമൊക്കെ തോന്നി. അതുകൊണ്ട് വിശാൽ സാർ അതെനിക്ക് പ്രത്യേകമായി വാങ്ങിക്കൊണ്ട് വന്നതാണെന്നും അത് തരാൻ പറ്റില്ല എന്നും ഞാൻ അവളോട് 1-2 വട്ടം പറഞ്ഞു. അവൾ അത് കേട്ടില്ല. അവൾ വാശി പിടിച്ച് അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കൊച്ചുകുട്ടി ആയപ്പോൾ തന്നെ അവൾക്ക് ഇതാ സ്വഭാവം. ആഗ്രഹിച്ചത് അവൾ നേടിയിരിക്കും. അതിൽ ആർക്കെന്ത് വിഷമം തോന്നിയാലും അവൾ അത് കാര്യമാക്കില്ല. അപ്പോൾ വിശാൽ പറയും, സാരമില്ലടോ, അതവൾ എടുത്തോട്ടെ, പാർവതിക്ക് അതുപോലെ വേറൊന്നും ഞാൻ വാങ്ങിത്തരാം, താനിപ്പോൾ പൂജയ്ക്ക് റെഡിയായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തിരുമേനി പറയും, എന്നാൽ വിളക്ക് കൊളുത്തിയാലോ? അപ്പോൾ വിശാൽ പറയും, ഞങ്ങളുടെ വീട്ടിലെ എല്ലാ മംഗളകാര്യങ്ങൾക്കും വിളക്ക് കൊളുത്തുന്നത് പ്രഭാവതി അമ്മയാണ്, അമ്മ തന്നെ തിരി കൊളുത്തട്ടെ. അപ്പോൾ തിരുമേനി പറയും, അത് പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ പ്രതാപന് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ പ്രതാപൻ ചോദിക്കും, അതെന്താ ചേച്ചി തിരികൊളുത്തിയ കുഴപ്പം? അപ്പോൾ തിരുമേനി പറയും, ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് ഇന്നുള്ളത് പാർവതിയാണ്, അതുകൊണ്ട് ഈ പൂജ പാർവതിയുടെ കൈകൊണ്ട് വിളക്ക് കൊളുത്തി വേണം ആരംഭിക്കാൻ, അതാണ് കീഴ്വഴക്കം. അപ്പോൾ പ്രതാപൻ പറയും, കീഴ്വഴക്കമൊക്കെ എവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ പൂജാ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചീച്ചിയാണ്. അപ്പോൾ ഗോപിനാഥൻ പറയും, ഒരു തർക്കം വേണ്ട പ്രതാപ, കീഴ്വഴക്കങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അത് തെറ്റിക്കാൻ പാടില്ല. തിരുമേനിയുടെ വാക്കുകൾ ധിക്കരിക്കാനും പാടില്ല. പ്രഭാവതി വിളക്ക് കൊളുത്തണ്ട, തിരുമേനി പറഞ്ഞതുപോലെ പാർവതി വിളക്ക് കൊളുത്തട്ടെ, അതല്ലേ ശരി പ്രഭാവതി? അപ്പോൾ പ്രഭാവതി പറയും, മതി, പാർവതി വിളക്ക് തെളിയിച്ച് യജമാന സ്ഥാനത്ത് ഇരുന്നാൽ മതി. അപ്പോൾ പല്ലവി മനസ്സിൽ വിചാരിക്കും,
ഇപ്പോൾ ഈ കുടുംബത്തിലെ പ്രഭാവതി അമ്മയ്ക്ക് ഒരു വിലയില്ലാതായാലോ, കഷ്ടം തന്നെ. അപ്പോൾ തിരുമേനി പറയും, ആദ്യം ഗണപതി പൂജ. ഇവിടെ ഗണപതിയുടെ ചിത്രങ്ങളൊന്നും കാണുന്നില്ലല്ലോ, വിഘ്നേശ്വരന്റെ ചിത്രം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് വാ. അപ്പോൾ ഗോപിനാഥ് പറയും, അതിവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന ഗണപതി വിഗ്രഹം എവിടെ പോയി? അപ്പോൾ തിരുമേനി പറയും, വിഗ്രഹം തന്നെ വേണമെന്നില്ല, ചിത്രം ആയാലും മതി. അപ്പോൾ കാര്യസ്ഥൻ പറയും, ഞങ്ങളിവിടെ വൃത്തിയാക്കിയപ്പോഴേ പഴയ ചിത്രങ്ങളൊക്കെ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തുണ്ടാകും. അപ്പോൾ പാർവതി പറയും, ഞാനത് പോയിട്ട് എടുത്തിട്ട് വരാം. എന്നിട്ട് അതെടുക്കാൻ വേണ്ടി പാർവതി അകത്തേക്ക് പോകണം കേട്ടോ. എന്നിട്ട് പെട്ടി തുറന്ന് ഓരോ ഫോട്ടോകൾ എടുത്ത് നോക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഗാർഗി വരികയാണ്. എന്നിട്ട് പറയും, ഗണപതി വിഗ്രഹം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഗാർഗി പാർവതിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പാർവതി തുറന്ന ആ പഴയ പെട്ടിയിൽ ഗായത്രി അമ്മയുടെ കൈയടയാളം പതിഞ്ഞ ആ മഞ്ഞൾ മുക്കിയ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഗാർഗി വന്ന് വിളിച്ചത് കൊണ്ട് പാർവതി അത് കാണുന്നില്ല. പിന്നെ കാണിക്കുന്നത് പാർവതി വിളക്ക് കൊളുത്തി പൂജ ആരംഭിക്കുകയാണ് കേട്ടോ. പൂജയ്ക്കിടയിൽ പാർവതി ബാധ കയറിയതുപോലെ അവിടെ ഇരിക്കുന്ന വാളെടുത്ത് ഉറിഞ്ഞു തുള്ളുകയാണ്. എന്നിട്ട് പ്രഭാവതിയെയും പ്രതാപനെയും നോക്കിയിട്ട് ചോദിക്കും, നിങ്ങളല്ലേ ഗായത്രി ദേവിയെ കൊന്നത്? നിങ്ങൾ ഈ കുടുംബത്തെ തകർക്കാൻ വന്നതല്ലേ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ചോരയ്ക്ക് ചോര, പ്രാണന് പ്രാണൻ, രണ്ടിൻ്റെയും പ്രാണൻ ഞാൻ എടുക്കും. ഇത് പ്രഭാവതി ആലോചിച്ചാണ് കേട്ടോ. പാർവതി ഇങ്ങനെ തുള്ളുന്നത് കാണുമ്പോൾ തിരുമേനി വിശാലിനോട് പറയും, ഈ തീർത്ഥം എന്ന് തെളിച്ചു കൊടുക്കുക. അങ്ങനെ വിശാല് പാർവതിയുടെ മുഖത്തേക്ക് ആ തീർത്ഥം തെളിക്കുകയാണ്. അങ്ങനെ പാർവതി ആ നോർമൽ അവസ്ഥയിലാവുകയാണ് കേട്ടോ. അപ്പോൾ തിരുമേനി പാർവതിയോട് പറയും, നിന്നിൽ ദേവി പ്രസാദിച്ചിരിക്കുന്നു കുട്ടി. ദേവിയുടെ അനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ് കുട്ടി സ്വയം മറന്ന് ഉറഞ്ഞു തുള്ളിയത്. പാർവതിക്ക് എന്നും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണിത്. പിന്നെ കാണിക്കുന്നത് പൂജയെല്ലാം കഴിഞ്ഞ് പ്രതാപൻ തിരിച്ചു പോകാൻ വേണ്ടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയും, ഗായത്രി ദേവിയുടെ വിരലടയാളം അവർക്ക് കിട്ടാത്തത് ഭാഗ്യമായി. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ തിരികെ പോവുകയല്ലേ. നമുക്ക് ഈ നാട് അത്ര ശരിയല്ല എന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ വിട്ട് പോകണം. ഒരു നിമിഷം മുമ്പ് നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ആവണം ചേച്ചി. ഏതായാലും ഇവിടെ നിന്ന് ആയുസൊടുങ്ങാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. അപ്പോൾ പ്രഭാവതി പറയും, എടാ പ്രതാപ, പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ വീടിന് തീ വെക്കണം. അപ്പോൾ പ്രതാപൻ ചോദിക്കും, എന്ത് തീ വെക്കാനോ? അങ്ങനെ ഞെട്ടി നിൽക്കുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.